ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ത്യ പോസ്റ്റ് ഓഫീസിന്റെ GDS റിക്രൂട്ട്മെന്റ് ഫൈനൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ഡേറ്റ് എന്നിവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് നിങ്ങൾ ഓരോ നമുക്ക് കേരളത്തിൽ സെലക്ട് ചെയ്യുക. കേരളത്തിൽ ഓരോ ഡിസ്ട്രിക്ട് ഉണ്ട്. ആ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അതുകൂടാതെ എല്ലാ വിവരങ്ങളും, പൂർണ്ണ വിവരങ്ങൾ, എന്നാണ് സ്റ്റാർട്ട് ഡേറ്റ്, എന്നാണ് എൻഡ് ഡേറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഏജ് എന്തായിരിക്കണം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൺസിഡറേഷൻ SC ST PWBD ക്കൊക്കെയുള്ള കൺസിഡറേഷൻ എന്താണ് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ച് ഷെയർ ചെയ്യുകയും, ആ നോട്ടിഫിക്കേഷൻ ഇവരുടെ ഒരു പോസ്റ്റ് ഓഫീസിന്റെ പുതിയ റിക്രൂട്ട്മെന്റിന്റെ ഒരു വെബ്സൈറ്റിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ പുതിയ വെബ്സൈറ്റ് പബ്ലിഷായി, ഓപ്പൺ ആയി. അപ്പൊ ഇന്നലെയൊക്കെ അതിനകത്ത് ചില പ്രോബ്ലം കാണിക്കുന്നുണ്ട്, ഇന്ന് അത് കാണിക്കുന്നില്ല. ഞാനെല്ലാം ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടും. അതുകൂടാതെ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. 2-ാം തീയതി തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ. ഇപ്പം നമുക്ക് ഇത് നോട്ടിഫിക്കേഷനേ വന്നിട്ടുള്ളൂ. അപ്പം 2-ാം തീയതിക്ക് മുന്നേ ഞാൻ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെ വെബ്സൈറ്റ് ഓപ്പൺ ആയ ഉടൻ തന്നെ എങ്ങനെ അതിൽ അപ്ലൈ ചെയ്യുന്നെന്നുള്ള ആ ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഞാൻ അധികം സമയം കളയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ ഉണ്ട്. 28 ജനുവരിക്കാണ് ഇത് പബ്ലിഷ് ചെയ്ത്, ഡേറ്റ് 28 ജനുവരി 2026. ഗ്രാമീൺ ഡാക് സേവക് GDS ഓൺലൈൻ engagement schedule 1 January 2026. Application are invited from the eligible candidate to fill vacant post of Gramin Dak Sevak GDS, branch postmaster, assistant branch postmaster, Dak Sevak. എന്റെ ആദ്യമിട്ട ഈ മാസത്തിലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിലെ ഞാനൊരു ആദ്യം ഇതിനെപ്പറ്റി GDSന്റെ പുതിയൊരു നോട്ടിഫിക്കേഷനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ക്ലിയർ ആയിട്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്താണ്, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്താണ്, ABPM എന്താണെന്ന്, ഡാക് സേവക് എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോ നിങ്ങളുടെ ആ ഒരു വിസിബിൾ ആകും നിങ്ങളുടെ സ്ക്രീനിൽ. നിങ്ങൾക്ക് അത് നോക്കി ഈ ഒരു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഈ ഓരോന്നിനെ പറ്റിയുള്ള പ്രത്യേകം കാര്യങ്ങൾ. രജിസ്ട്രേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റ് കറക്ഷൻ വിൻഡോയെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. only one registration permitted per candidate for submission of the online application. നിങ്ങൾ ഒരു രജിസ്ട്രേഷനെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ആലപ്പുഴയുടെ ചെയ്തു, കൊച്ചിയിൽ ചെയ്തു, എറണാകുളം, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്താൽ 100 രൂപയുള്ളെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ പല സ്ഥലത്ത് രജിസ്ട്രേഷൻ ചെയ്താൽ നിങ്ങളുടെ എല്ലാം റിജക്റ്റ് ആവും, നിങ്ങളെ കൺസിഡർ ചെയ്യത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബാക്കി കൂടുതൽ ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാൻഡിഡേറ്റ് ആർ നോട്ട് റിക്വയർഡ് ടു അറ്റാച്ച് അപ്ലോഡ് എനി ഡോക്യുമെന്റ് എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട കാര്യം. ഹവർ ദേ മസ്റ്റ് അപ്ലോഡ് ദ റീസെന്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഓൺ ദ പോർട്ടൽ ആസ് പ്രിസ്ക്രൈബ്ഡ്. നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ സൈൻ ചെയ്ത് ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇവർ പലപ്പോഴും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ താഴെ അത് ഏതൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരിക്കും. അത് നമുക്ക് താഴെ ചെല്ലുമ്പോൾ നോക്കാം. Candidates are advised to carefully fill in all detail in the registration and application form and review them thoroughly before final submission. നിങ്ങൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ നല്ല കണക്ക് നോക്കിയിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളതാണ്, സബ്മിറ്റ് ചെയ്യാവുള്ളതാണ് പറയുന്നത്. ഷെഡ്യൂൾ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ എഡിറ്റ് കറക്ഷൻ വിൻഡോ ഈസ് ആസ് അണ്ടർ. അതായത് ഇവർ പറയുന്ന ആക്ടിവിറ്റി എന്ന ഓൺലൈൻ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം. അത് 31/1/2026 തൊട്ട് 14/2/2026 വരെയുണ്ട്. നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് റീപേയ്മെന്റ് അതായത് ഫെബ്രുവരി 2 തൊട്ട് 16 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് നോക്കാം. 31/1/2026 തൊട്ട് 14/2/2026 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ ഞാൻ നോക്കട്ടെ, ഞാൻ ആ രജിസ്ട്രേഷൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ആ വെബ്സൈറ്റിൽ പോയി ഓപ്പൺ ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് താഴോട്ട് ചെല്ലുമ്പോൾ അത് നോക്കാം.
ഇനി കറക്ഷൻ ഇൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് ഓഫ് ദ ഓൺലൈൻ ഫീസ് ഈസ് ആപ്ലിക്കേഷൻ. നിങ്ങൾ കറക്ഷൻ ചെയ്യാനും ലാസ്റ്റ് വരെയുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് ഇവരെ പറയുന്നത് 18/2/2026 ഫെബ്രുവരി 18/2/2026 തൊട്ട് 19/2/2026 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ഭാഷ അറിയാം, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് പഠിച്ചത്, ലോക്കൽ ലാംഗ്വേജ് ഏതാണ് നിങ്ങൾക്ക് നല്ല കണക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സബ്ജക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അറിയാവുന്ന ആ ഒരു നോളേജ് ഉണ്ട്, അറിയാവുന്ന ആ ഒരു ലാംഗ്വേജിലെ ലോക്കൽ ലാംഗ്വേജിലെ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ദ ആപ്ലിക്കന്റ് മസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ GDS ആർ നോട്ട് റെഗുലർ എംപ്ലോയീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ എമുലുമെന്റ്സ്, അലവൻസസ് ആൻഡ് അതർ entitlement are not at par with a central government employee. സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയി കണക്കല്ലെന്നോ എന്താണ് പറയുന്നത് എനിക്കത് മനസ്സിലായില്ല. ദ ആപ്ലിക്കന്റ് മസ്റ്റ് ക്ലിയർ നിങ്ങൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. GDS ആർ നോട്ട് റെഗുലർ എംപ്ലോയീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദെയർ എംപ്ലോയ്മെന്റ്സ് എന്നാണ് പറയുന്നത്. The service condition are governed by the Department of Post, Gramin Dak Sevak, Contact and Engagement Rules 2020. ആ ഒരു റൂൾ അനുസരിച്ചാണ് ഈ എൻഗേജ്മെന്റ് നടക്കുന്നത്. They are holders of civil post outside the civil service of the state. വേറെ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി ഇവിടെ അധികം കാര്യങ്ങളില്ല. നിങ്ങൾ നല്ല കണക്ക് നോക്കിയിട്ടേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ പറ്റി പറയുന്നുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്താണ്? ജോബ് പ്രൊഫൈൽ ഓഫ് ദ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻ ഓഫ് ദ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്, അതത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ താഴോട്ട് വരുമ്പോൾ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ പറ്റിയാണ് പറയുന്നത്, ABPM. ദ ജോബ് പ്രൊഫൈൽ ഓഫ് ദ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, സെയിൽ ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറി, കൺവെയൻസ് ആൻഡ് ഡെലിവറി ഓഫ് മെയിൽ അറ്റ് ഡോർ സ്റ്റെപ്പ്. നിങ്ങൾ സ്റ്റാമ്പ്, സ്റ്റേഷനറി ഒക്കെ നിങ്ങൾ ഒരു സപ്ലൈ ചെയ്യേണ്ടതായിട്ട് പോസ്റ്റ് നിങ്ങൾക്ക് അവരുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും. ഡാക്ക് സേവകിന്റെ ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് അറിയാനുള്ള GDSന്റെ ആ ഒരു ബേസിക് പേ. എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലുള്ള ബേസിക് പേ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. BPM-നുള്ളത് 12,000 തൊട്ട് 29,350 പെർ മന്ത് ആണ്. 12,000 തൊട്ട് 29,350 വരെ നിങ്ങൾക്ക് മന്ത്ലി കിട്ടും. ABPM അവർ ഡാക്ക് സേവകന് 10,000 തൊട്ട് 24,470 രൂപയാണ് നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു ബേസിക് പേ. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, 2,000 രൂപയുടെ അങ്ങോട്ട്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. ഏജ് ലിമിറ്റ്, മിനിമം ഏജ് നിങ്ങൾക്ക് 18 വയസ്സായിരിക്കണം, മാക്സിമം ഏജ് നിങ്ങൾക്ക് 40 വയസ്സായിരിക്കണം. സബ്ജക്ട് ടു റിലാക്സേഷൻ ആർ ഫോർ പാര ബിലോയിൽ പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഏതൊക്കെ നിങ്ങൾക്ക് കൺസിഡറേഷൻ റിലാക്സേഷൻ കിട്ടുമെന്ന്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ കിട്ടും. അതർ ബാക്ക്വേർഡ് ക്ലാസസിന് 3 വർഷത്തെ കിട്ടും. എക്കണോമിക്കലി ബേക്കർ സെക്ഷന് നോ റിലാക്സൻ ആണുള്ളത്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി PWBDക്ക് 10 വർഷത്തെ കിട്ടും. ഇനി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി PWBD OBCക്ക് 13 വർഷത്തെ കിട്ടും. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി PWBD SC/STക്ക് 15 വർഷത്തെ നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ എൻഗേജ്മെന്റ് ഓഫ് GDS ഇൻ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ SSC, അതായത് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണം. 10th സ്റ്റാൻഡേർഡ് പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ 10th സ്റ്റാൻഡേർഡ് വിത്ത് പാസിംഗ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. കണക്കിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനം അവിടെ കാണിച്ചിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് നോളേജ് ഓഫ് ദ ലോക്കൽ ലാംഗ്വേജ്, ഇത് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അതർ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. നോളേജ് ഓഫ് കമ്പ്യൂട്ടർ, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അല്പം അറിവുണ്ടായിരിക്കണം. നോളേജ് ഓഫ് സൈക്കിൾ, നിങ്ങൾക്ക് സൈക്ലിംഗ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാര്യം ഓരോ വീട്ടിലും ഡാക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ഹുഡിന്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഹൗ ടു അപ്ലൈ ആപ്ലിക്കേഷൻ ആർ ടു ബി സബ്മിറ്റഡ് ഇൻ ദ ഓൺലൈൻ മോഡ് ഓൺലി അറ്റ് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നുള്ള ഇന്ത്യ പോസ്റ്റ് GDS online.gov.in എന്നുള്ളതാണ്. ഇത് ഞാൻ ഓൺലൈൻ നിങ്ങൾക്ക് ആ ഒരു എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷന്റെയും ഇതിന്റെയും ലിങ്ക് ഞാൻ തന്നേക്കാം. നിങ്ങൾ നോട്ടിഫിക്കേഷനിലേക്ക് നിന്ന് പോകല്ലേ, ഡയറക്റ്റ് ഈ ലിങ്ക് വഴി നിങ്ങൾ പോകാവുള്ളൂ. നോട്ടിഫിക്കേഷനിൽ നിന്ന് ഞാനിപ്പോ പോകാൻ പോയിട്ട് അല്പം പ്രശ്നമാണ് അവിടെ കാണിച്ചത്. അപ്പൊ ഈ ഞാൻ തന്നിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്.
ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പഴയ വെബ്സൈറ്റ് ആണ്. അവർ ഇവിടെ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ ഫോർ GDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026 ലൈവ് ഓൺ ദ ന്യൂ വെബ്സൈറ്റ്. ഈ ന്യൂ വെബ്സൈറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ വരുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ന്യൂ വെബ്സൈറ്റിലേക്ക് പോകണം. ഇവിടെ ന്യൂ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നു. അപ്പൊ ഇവിടെ വന്നു ന്യൂ വെബ്സൈറ്റ്. ഇവിടെ വന്ന് ഇവിടെ എല്ലാ കാര്യം വേക്കന്റ് പോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ അനക്സർ എന്താണെന്ന് നോക്കണം, ഇവിടെ ഹെൽപ്പ് ഡെസ്ക് എന്താണെന്ന് നോക്കണം നിങ്ങൾക്ക് പറയുന്നുണ്ട്. GDS ഓൺലൈൻ എൻഗേജ്മെന്റിന്റെ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണിത്. ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് പറയുന്ന 30 ജനുവരി തൊട്ട് സ്റ്റാർട്ടായി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കാം. എൻഡ് ഡേറ്റ് 14 ഫെബ്രുവരി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ഡേറ്റ് 1 ഫെബ്രുവരി തൊട്ട് നാളെ തൊട്ട് സ്റ്റാർട്ട് ആകും. എൻഡ് ഡേറ്റ് 16 ഫെബ്രുവരി വരെ. ഇതെല്ലാം ക്ലിയർ ആണ്, ഇവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ്.